നമ്മൾ 2 വാഷിംഗ് മെഷീനും കേടായിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ സെമി അഴിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്ത വയറുകളെല്ലാം എലി കണ്ടിച്ച് വെച്ച് ആവശ്യമുള്ള ചപ്പ് ചവറുകളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നന്നാക്കണമെന്നുണ്ടെങ്കിൽ 5000 രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഓട്ടോമാറ്റിക് നോക്കാമെന്ന് വിചാരിച്ചു. അത് അതിൻ്റെ ബോർഡ് പോയിരിക്കുവാണ്. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ബോർഡ് അഴിച്ചുകൊണ്ട് പോയി. മേൽനോട്ടം വഹിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞാവുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് പോകുന്നു വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പഴംപൊരി തന്നെയാണ് കേട്ടോ. തലേദിവസം ഉണ്ടാക്കിയത് ആർക്കും തികഞ്ഞില്ല. അപ്പോൾ അതേ പഴംപൊരി വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ ഇന്ന് രാത്രിയിലത്തേക്ക് വഴുതന തീയലാണ് കേട്ടോ. അതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങയും വേപ്പിലയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് തേങ്ങ വറുത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട് തണുക്കാനായിട്ട്. പിന്നെ അതേ ചോറിനുള്ള അരി കുക്കറിൽ ഇട്ടു കേട്ടോ. അപ്പോൾ അതേ പഴംപൊരിയും ചായയും കൂടി ഞാൻ ഇവിടെ അടുക്കളയിൽ നിന്ന് തന്നെ കുടിക്കുവാണ്. കഴിച്ചുകൊണ്ട് പിള്ളേർക്കുള്ളത് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുഞ്ഞാവും കൂടി പഴംപൊരിയും കട്ടൻ ചായയൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് ഇതേ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടിട്ട് അപ്പോൾ എൻ്റെ പഴയ മുറം ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതേ ഒരു മുറം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റേഷൻ കടയിൽ അരി പാറ്റാനായിട്ട് എന്താണേലും മുറം വേണം. അങ്ങനെ അരിയൊക്കെ പാറ്റി ഞാൻ കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ ആൾ വരും എന്നറിഞ്ഞതോടുകൂടി രാവിലെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മടി പിടിച്ചു പോയി. അപ്പോൾ ഇനി ആ ബോർഡൊക്കെ മാറ്റി കിട്ടാനായിട്ട് 10 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേഗം പോയി തുണി അലക്കിയിട്ടു. പിന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അതും വാർത്തിട്ടു കേട്ടോ. പിന്നെ കറിക്കുള്ള വഴുതനങ്ങ അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് വാങ്ങിച്ച വഴുതനങ്ങ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. ഇതിൽ ആൾ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കടുക് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കുറച്ച് വേപ്പിലയും 2 പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അരച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. കൂടെ തന്നെ കുറച്ച് വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നാളത്തേക്കുള്ളത്. അങ്ങനെ നമ്മുടെ വഴുതന തീയലിവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിയുടെ മാവ് അരച്ചതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലിക്കുള്ള മാവ് അരച്ചത് എല്ലാം കൂടി ഇട്ടാണ് കേട്ടോ ഒന്നിച്ചിട്ട് അരച്ചത്. പച്ചരിയും ഉഴുന്നും ചോറും ഉപ്പും എല്ലാം കൂടി ഇട്ട് അരച്ചെടുത്തു. പിന്നെ അത് നമ്മുടെ ഈ സ്റ്റാൻഡില്ലേ ഞാൻ റൈറ്റ് സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ടേബിളും കൂടി അറേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സ്പേസ് കിട്ടി കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇഡ്ഡലിയുടെ മാവും കുഴച്ച് വെച്ച് കുറച്ച് പാത്രങ്ങളും തേച്ച് കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കയ്യും കാലും മുഖമൊക്കെ കഴുകി സന്ധ്യാവളക്കും കൊളുത്തി കുറച്ച് തുണിയും കൂടി മടക്കാണ്ടായിരുന്നു കേട്ടോ. അതും മടക്കി കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ജോലിയെല്ലാം തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ കാണാം കേട്ടോ. ബൈ.